എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ഡേ ടു ടോക്കിൻ്റെ 39ാമത്തെ എപ്പിസോഡാണ് നോക്കുന്നത്. എല്ലാ എപ്പിസോഡ്സിനും നല്ല റെസ്പോൺസാണ് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാടധികം ചോദ്യങ്ങൾ വരുന്നുണ്ട്, ഒരുപാടധികം ടോപ്പിക് സജഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ചധികം ടോപ്പിക്കുകൾ പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. നമുക്ക് ചില വീഡിയോകളുടെ താഴെയൊക്കെ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക്ക് കമൻറ്റുകളായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞൊരു ദിവസം ഒരു സുഹൃത്ത് ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം മറ്റൊന്നുമല്ല, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിക്ക് സെക്സ് പോസിബിൾ ആണോ എന്നുള്ളതാണ്. കാരണം ഒരു 10 മാസ കാലയളവ്, ആ ഒരു കാലയളവിൽ ഹസ്ബൻഡിന് ഭാര്യയുമായിട്ട് ആ ഒരു പ്രഗ്നൻറ്റ് കാലഘട്ടത്തിൽ ബന്ധപ്പെടാൻ പറ്റുമോ എന്നുള്ളത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അതാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള കൺഫ്യൂഷൻസുകൾ ഉണ്ടാവും. ഒരുപാടധികം വീഡിയോസുകൾ കണ്ടിട്ട് കൂടുതൽ കൺഫ്യൂഷൻസുകൾ ഉണ്ടായ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പം ഇതിൻ്റെ ഒരു സൊല്യൂഷൻസ് ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഡയറക്ഷൻ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കൊണ്ടുവരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു ടൈമിൽ സെക്സ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, സാധാരണഗതിയിലുള്ള ഒരു പ്രഗ്നൻസി ആണെങ്കിൽ ഓക്കെ, ഗോ വിത്ത് ദ സെക്സ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. സാധാരണഗതിയിലുള്ള ഒരു പ്രഗ്നൻസി ആണെങ്കിൽ അങ്ങനെ ആവാന്നുള്ളതാണ്, സെക്സ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ കുട്ടിക്ക് ക്ഷതമേൽക്കില്ലേ എന്നുള്ളതായിരിക്കും ചിലരുടെ ഒരു ചോദ്യം എന്നുള്ളത്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടി ഒരു നല്ല രീതിയിലുള്ള ഒരു സാക്കിൻ്റെ ഉള്ളിലാണുള്ളത്. അതിൻ്റെ ഉള്ളിൽ പ്രത്യേക രീതിയിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡും ഉണ്ട്. ആ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് നമ്മളെ കുട്ടി എന്നുള്ളത്. നമ്മളെല്ലാം അങ്ങനെ തന്നെയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. സോ ആ വെള്ളത്തിലാണ് ഇങ്ങനെയുള്ളത്, ആ ഒരു ലിക്വിഡിലാണ് ഈ ഒരു കുട്ടി ഉള്ളത് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ബലൂണ്, ആ ബലൂണിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബോൾ ഇരിക്കുന്നുണ്ടെന്ന് കരുതുക, അതിൻ്റെ സെൻറ്ററിൽ. അപ്പം അതിനൊരു നമ്മൾ കൈ ഉപയോഗിച്ച് ആ ഒരു ഇടിയടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നടുവിലുള്ള ആ ബോളിന് കാര്യമായിട്ടുള്ള ഒരു ആഘാതമൊന്നും ഏൽക്കില്ല എന്നുള്ളതാണ്. സോ അതുപോലെ തന്നെ ഈ ഒരു അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഒരു ഷോക്ക് അബ്സോർവർ പോലെയാണ്. ആ കുട്ടിക്ക് വലിയ രീതിയിൽ ആഘാതങ്ങൾ, ചെറിയ പ്രഷറുകൾ, കാര്യങ്ങൾ, എന്തെങ്കിലും രീതിയിലൊരു ഇടിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് വലിയ രീതിയിലുള്ള സാരമായിട്ടുള്ള ക്ഷതങ്ങൾ ഏൽക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അത്തരത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. സോ അമ്നിയോട്ടിക് ഫ്ലൂയിഡിലാണ് ഈ കുട്ടിയുള്ളത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള ആ ഒരു പ്രഷറോ കാര്യങ്ങളോ അതിൻ്റെ മേലെ വരികയാണെങ്കിൽ, ചെറിയ ക്ഷതമോ ഏറ്റു കഴിഞ്ഞാൽ കുട്ടിക്ക് പ്രത്യേകിച്ച് കാര്യമായുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ സെക്ഷലി ചെയ്യുമ്പോൾ, സെക്സ് ബന്ധപ്പെടുമ്പോൾ അങ്ങനെയുള്ള ചെറിയ ആ ഒരു ഷെയ്ക്ക്, പ്രഷർ, കാര്യങ്ങളൊന്നും വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് കുട്ടിയിൽ ചെലുത്തില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം. ഇങ്ങനെയുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളുണ്ട്, പ്രോപ്പർ ആ മസ്കുലർ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എല്ലാം കൊണ്ട് തന്നെ ആ ഒരു പ്രൊട്ടക്ഷൻ അവിടെയുണ്ട്. എന്ത് വെച്ചിട്ട് ഹാർഡായിട്ട് ഒക്കെ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നാവുകയും ചെയ്യില്ല എന്നുള്ളതാണ്. ഇനി ഈ ഒരു നോർമൽ പ്രഗ്നൻസി ആണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, ഏതൊക്കെ സമയമാണ് ഈ ഒരു സെക്സിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമൽ പ്രഗ്നൻസി എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. കാരണം അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട് എന്നുള്ളത് ആണ് മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ സെക്സ് ചെയ്യാൻ പാടില്ലാത്ത അബ്നോർമൽ കേസുകളുണ്ട്, പല പ്രശ്നങ്ങളുണ്ടാവാം. പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാടധികം പ്രശ്നങ്ങളുണ്ട്. ആ ഒരു സമയത്ത് ഇത്തരത്തിൽ സെക്ഷലി ബന്ധപ്പെടാൻ പാടില്ല. അത് നമുക്ക് അവസാനം നോട്ട് ചെയ്യാം. അല്ലാണ്ട് ഈ ഒരു പോർഷൻ മാത്രം കണ്ടിട്ട് പോയേക്കാം, കുഴപ്പങ്ങളൊന്നുമില്ല, നമുക്ക് പോയി സെക്സ് ചെയ്തേക്കാം എന്ന് ചിന്തിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രഗ്നൻറ്റ് ലേഡിയുടെ കേസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ആദ്യത്തെ ഒരു ട്രൈമസ്റ്റർ നമുക്ക് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ആദ്യത്തെ ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 മാസ കാലയളവ് വിട്ട് കളയുന്നതാണ് നല്ലത്. ആ ഒരു സമയത്ത് അവോയ്ഡ് ചെയ്യുക. കാരണം ആ ഒരു സമയത്ത് അവരെ സംബന്ധിച്ചിട്ട് അതിൻ്റേതായ ഒരു ഫിസിക്കൽ മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ചെറിയ മോർണിംഗ് സിക്നെസ് എന്ന് പറഞ്ഞ പോലെ ചില ഓക്കാനം, കാര്യങ്ങൾ, ഛർദ്ദിക്കാൻ ടെൻഡൻസി, അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും അവരെ സംബന്ധിച്ചുണ്ടാവും. ആ ഒരു ടൈമിൽ സെക്ഷൽ താല്പര്യവും കുറവായിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സെക്ഷൽ താല്പര്യം കുറവായിരിക്കും. ചിലരുടെ കേസിൽ ചിലപ്പോൾ നല്ല താല്പര്യമുള്ള ആൾക്കാരും ഉണ്ടാവും കേട്ടോ. കാരണം ഇൻഡിവിജ്വലി ഓരോ ആൾക്കാരിലും ഡിഫറൻസുകൾ കാണിക്കാറുണ്ട്. ഹോർമോണൽ ആക്ഷൻ്റെ എല്ലാം ഭാഗമായിട്ട് പലരിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. എങ്കിൽ പോലും ആ ഒരു ആദ്യത്തെ 3 മാസ കാലയളവിൽ സാധാരണഗതിയിൽ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കുട്ടിയുടെ ആ ഒരു ഡെവലപ്മെൻറ്റ്, ഓർഗനോജെനിസിസും കാര്യങ്ങളൊക്കെ നടന്നു വരുന്ന, ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് കൂടിയാണ്. എങ്കിൽ പോലും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വലിയ റിസ്ക് ഇല്ല. സാധാരണഗതിയിൽ ഒരു അബോർഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവേണ്ടതല്ല. പക്ഷെ വളരെ റെയർ കേസുകളിൽ, വളരെ അപൂർവമായിട്ട് അങ്ങനെയുള്ള കേസുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 മാസം ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് തെറ്റില്ല. നോർമൽ പ്രഗ്നൻസി ആണെങ്കിൽ പോലും ആദ്യത്തെ 3 മാസം സെക്സ് എന്ന് പറയുന്ന സംഭവം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അത് പാർട്ണറിനും വലിയ താല്പര്യമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു ടൈം പീരീഡ് തന്നെയാണ്. അതിനുശേഷമുള്ള ട്രൈമസ്റ്റർ എന്തുകൊണ്ടും നല്ലതാണ്. ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ അതിന് ശേഷമുള്ള 3 മാസം, സെക്കൻഡ് 3 മാസ കാലയളവ്, ആ ഒരു കാലയളവ് സെക്സിന് എന്തുകൊണ്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈമാണ്. അതാണ് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് സ്ത്രീകളിൽ പൊതുവെ സെക്ഷൽ താല്പര്യം കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സെക്ഷലി ബന്ധപ്പെടുമ്പോൾ അത് അവർ ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ കൂടുതൽ ഇൻറ്റിമസിയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഘടകം കൂടിയാണ്. എന്ത് വെച്ചിട്ട് പോയിട്ട് സെക്സ് ചെയ്യണം എന്നല്ല, ഭാര്യയ്ക്ക് താല്പര്യമില്ല എങ്കിൽ അവോയ്ഡ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. ചിലപ്പം നോർമൽ പ്രഗ്നൻസി ആയിരിക്കും, പക്ഷേ
ലേഡീസിൻ്റെ കേസിൽ ഒരു തരത്തിലുള്ള താല്പര്യമില്ലാത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രഗ്നൻസി കാലയളവിൽ ഒന്നടങ്കം വലിയ താല്പര്യമൊന്നുമില്ല. കാരണം തൻ്റെ കുട്ടിക്ക് ചിലപ്പോൾ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ആകുലതയായിരിക്കാം. അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് തന്നെ അതിനോടൊരു താല്പര്യം കാണിക്കുന്നില്ല. അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ചസ് അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് തന്നെ ഇതിനോടൊരു ഇൻട്രസ്റ്റും ഇല്ലാത്തൊരവസ്ഥയും ചിലപ്പം കാണിച്ചെന്ന് വരാം. സോ നമ്മുടെ പാർട്ണർ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് തന്നെ ഈ കാര്യങ്ങളോട് മൂവ് ചെയ്യണം, നോർമൽ പ്രഗ്നൻസി ആണെങ്കിൽ പോലും. അപ്പോൾ ഭർത്താവ് ചോദിക്കണം, ഭാര്യയുടെ ആ ഒരു കൺസെൻറ്റ് കാര്യങ്ങൾ, അവരുടെ മൂഡ് സ്വിങ്സും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് മനസ്സിലാക്കണം. ഇനിയിപ്പോൾ അവർ ഇഷ്ടപ്പെടാതെ നമ്മൾ പോയി കമ്പൽ ചെയ്ത് കഴിഞ്ഞാൽ വല്ലാത്ത രീതിയിൽ ഡിപ്രസ്ഡ് ആവുകയും ഒന്നാമതെ ആ പ്രഗ്നൻസി ടൈമും കാര്യങ്ങളൊക്കെ അല്ലേ. സോ നമ്മൾ ആ കെയർ കൊടുക്കേണ്ടതും ഒക്കെ ആയിട്ടുള്ള സമയം തന്നെയാണ്. സോ അവർ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്യുന്നതിനോട് അത് നല്ലൊരു പരിപാടി ആവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. സോ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൺസെൻറ്റ് എന്ന് പറഞ്ഞ കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സെക്കൻഡ് ട്രൈമസ്റ്റർ എന്തുകൊണ്ട് നല്ലതാണെന്നുള്ളതാണ്. ഇനി തേർഡ് ട്രൈമസ്റ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ വയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വലുതായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കേസിൽ പലരെ സംബന്ധിച്ചിട്ടും പല പൊസിഷൻസും ഒന്നും ഓക്കെ ആവില്ല, പല രീതിയിലെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ തന്നെ അവർക്ക് ഇതിനോടൊരു താല്പര്യം, ഈ ഒരു സെക്ഷൽ താല്പര്യം കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം. അതായത് സെക്കൻഡ് 3 മാസം, ആദ്യത്തെ 3 മാസം കഴിഞ്ഞാൽ അടുത്ത 3 മാസമാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ടൈം എന്ന് പറയുന്നത്. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവം വളരെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ സെക്സ് ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവസാന നാളുകളിൽ ഏകദേശം ഈ ഒരു പ്രസവിക്കാനായി ആ ഒരു ടൈം പീരീഡിൽ സെക്ഷലി ബന്ധപ്പെടുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു എന്താ പറയുക പ്രസവിക്കാനുള്ള ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യപ്പെടും, ആ ഒരു പ്രസവ വേദന പെട്ടെന്ന് തന്നെ വരുമെന്നൊക്കെ പറയുന്ന കേസസുകളൊക്കെ ഉണ്ട്. അത് ചില ഹോർമോൺസുകളൊക്കെ റിലീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ടൈം ഒരു നോർമൽ പ്രഗ്നൻസിയുടെ കേസിൽ സെക്ഷലി ബന്ധപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ബോത്ത് പാർട്ട്ണർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ കാലഘട്ടമാണ്, രണ്ടാമത്തെ 3 മാസ കാലഘട്ടമാണ് എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു 3 മാസവും അവസാനത്തെ ആ ഒരു 3 മാസവും ഏകദേശം ചിലപ്പോൾ ചില താല്പര്യങ്ങൾ കുറവായിരിക്കും. ആദ്യത്തെ കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ആ ഒരു നമ്മുടെ ബോഡി ചേഞ്ചസും കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ മാനസികമായി ചെറിയ വിഷമങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് സെക്ഷൽ താല്പര്യം കുറവായിരിക്കും. അവസാനത്തെ സമയങ്ങളിലും ഇതുപോലെ വയറ് വീർത്തു വരുമ്പോഴും കാര്യങ്ങളൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി സപ്പോസ് ഇങ്ങനെ ബന്ധപ്പെടുമ്പോൾ തന്നെ ഈ ഒരു വയറിങ്ങനെ വളർന്നു വരുന്ന ഗർഭപാത്രം ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ, ഇങ്ങനെ വളർന്ന് വികസിച്ച് വരുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാകും. സാധാരണഗതിയിൽ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന സെക്സ് പൊസിഷൻസും ബുദ്ധിമുട്ടുണ്ടാവും. സോ അതിൻ്റെതായ രീതിയിൽ സെക്സ് പൊസിഷൻസും മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ സ്പൂൺ പൊസിഷൻ, സൈഡ് വേസ് പൊസിഷൻ, അങ്ങനത്തെ എല്ലാം ചില പൊസിഷൻസുകളുണ്ട്. അതെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള പൊസിഷൻസുകളും ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ പല പൊസിഷൻസും ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്ത രീതിയിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ കേസിൽ ഈ ഒരു പ്രഗ്നൻസി കേസിൽ സെക്സ് അവോയ്ഡ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പ്ലാസൻ്റയുടെ കിടപ്പാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. ആ പ്ലാസൻ്റ എങ്ങനെയാണ് കിടക്കുന്നത്, അതിൻ്റെ കുറച്ച് അധികം കാര്യങ്ങളുണ്ട്, മെഡിക്കൽ ടേം ഉണ്ട്. അത് നമ്മൾ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തരിക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, ആ കുട്ടിയെ ക്യാരി ചെയ്തിരിക്കുന്ന ആ സാക്കിൻ്റെ ഉള്ളിലുള്ള അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടല്ലോ. സോ ആ ഒരു ഫ്ലൂയിഡ് കൂടുതലായിട്ടുണ്ട്, ഇല്ലെങ്കിൽ അതിനുള്ള ചോർച്ച വളരെ മുമ്പേ തന്നെ ഉണ്ട്, ചെറിയ രീതിയിൽ ലീക്കേജ് ഉണ്ടെങ്കിൽ ഇൻഫെക്ഷനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള കേസസുകളിലും അവോയ്ഡ് ചെയ്യുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതും മാക്സിമം കെയർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ആ ഒരു സെർവിക്സിൻ്റെ നീളക്കുറവ്, ഷോർട്ട് സെർവിക്സ് എന്ന് പറയും, അതായത് ആ ഗർഭനാളത്തിൻ്റെ നീളക്കുറവ്, അപ്പോൾ ആ ഒരു ഗർഭപാത്രം താങ്ങാൻ പറ്റാത്ത ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിൻ്റെതായ മെഡിക്കൽ ടേമും കാര്യങ്ങളുണ്ട്, നമ്മൾ സിംപിളി പറയാം കേട്ടോ. അങ്ങനെയുള്ള കേസുകളിലും ഈ ഒരു ഇത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്, സെക്സ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ട്വിൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ 3 കുട്ടികൾ ഉണ്ടാകുന്ന കേസസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസസിലും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ IVF ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഏറെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കേസൊക്കെ ആണെങ്കിൽ ആ ഒരു കേസിലും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇങ്ങനെ ഡിഫറെൻറ്റ് റീസൺസുകളുണ്ട്, പല കേസസുകളുണ്ട്. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഈ ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് രണ്ടുപേരുടെ കേസിൽ ഉണ്ടെങ്കിൽ, ആരുടെയും കേസിലുണ്ടെങ്കിൽ, ഭർത്താവിൻ്റെ കേസിൽ ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള കേസസിലെല്ലാം മാക്സിമം കെയർ എടുക്കേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അധികം റീസൺസ്, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ട് ഡോക്ടർ തന്നെ പറയും നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ബെഡ് റെസ്റ്റ് എടുക്കണം, വേറെ കാര്യങ്ങളൊന്നും നിൽക്കരുത് എന്ന് പറയും. സോ അങ്ങനെയുള്ള കേസസിലും വളരെയധികം കെയർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ആത്യന്തികമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തന്നെ സ്വയം അങ്ങോട്ട് ഡോക്ടർ ആവാതെ ഡോക്ടറിനോട് ചോദിക്കുക. നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുമല്ലോ, പ്രോപ്പർ ചെക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഡോക്ടറിനോട് ചോദിക്കുക എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ, നമ്മൾ സെക്ഷലി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അവരോട് തന്നെ ചോദിക്കുന്നതാണ് നല്ലത്. കാരണം അവരോട് ചോദിക്കുമ്പോൾ അവരിങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട്, നിങ്ങൾ അതുകൊണ്ട് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും. കാരണം മുമ്പേ തന്നെ ഇനിയിപ്പോൾ നേരത്തെ തന്നെ കുട്ടികൾ എയർലി ബർത്ത് എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, കുട്ടി വളരെ മുമ്പേ തന്നെ ജനിക്കുക, മതിയായ വെയിറ്റ് ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ. സോ അങ്ങനത്തെ ഹിസ്റ്ററി ഉള്ളവരും ഇങ്ങനെ സെക്ഷലി ബന്ധപ്പെടാൻ പാടില്ല. പിന്നെ കുട്ടി അബോർട്ടായി പോകുന്ന പ്രശ്നങ്ങൾ
നിങ്ങൾ മുമ്പേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അങ്ങനെയും ബന്ധപ്പെടാൻ പാടില്ല, ഈ സെക്സ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ഡിഫറെൻറ്റ് കേസസുകളുണ്ട്. സോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഡോക്ടറിനോട് ചോദിക്കുക, നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനോട് ചോദിക്കുക ഇത് വല്ല കുഴപ്പമുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽറ്റി ഉണ്ടോ, നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവുമോ എന്ന് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കലി ഇത്തരത്തിലുള്ള പ്ലാസൻ്റെയുടെ കിടപ്പ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റേതായ കാര്യങ്ങളുണ്ട്. സോ സിംപ്ലി ഡോക്ടറിനോട് ചോദിക്കുക, അതിന് ഒരു മടിയും കാണിക്കേണ്ടതില്ല. ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി തന്നെയാണ് അവരവിടെ ഇരിക്കുന്നത്, നമ്മൾ ഫീസ് കൊടുക്കുന്നതല്ലേ. സോ ധൈര്യത്തിൽ തന്നെ ചോദിക്കുക, അല്ലാണ്ട് ആ വീഡിയോ കണ്ടു ഈ വീഡിയോ കണ്ടു എന്നാൽ പിന്നെ പോയി ചെയ്തേക്കാം എന്തൊന്നും തിങ്ക് ചെയ്യേണ്ട എന്നുള്ളതാണ്. നോർമൽ പ്രഗ്നൻസി ആണെങ്കിൽ സാധാരണഗതിയിൽ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്പെഷ്യൽ കേസസുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഡോക്ടറിനോട് തന്നെ ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, അല്ലാണ്ട് സ്വയം ഡോക്ടർ ആവാതിരിക്കുക എന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. ഇനി അവസാനമായിട്ട് പറയാനുള്ളത് കാര്യം വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് യൂട്യൂബ് ഷോർട്സ് ആണ്. അതായത് യൂട്യൂബ് ഷോർട്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് പോലെയാണ്, ടിക്ടോക്കൊക്കെ പോയപ്പോൾ വന്നൊരു സംഭവമാണ്. അതായത് 1 മിനിറ്റ് വീഡിയോ ഇടുന്ന സെറ്റപ്പാണ്. ഞാൻ ജസ്റ്റ് ഒന്നൊരു ട്രയൽ അടിച്ചാണ്. അപ്പോൾ അതിൽ നമ്മളൊരു ടോപ്പിക് എടുത്തിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഒരു സുഹൃത്ത് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ലേഡി പ്രഗ്നൻ്റ് ആയി നെക്സ്റ്റ് മാസം വീണ്ടും സെക്ഷലി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത മോം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അവിടെ ഒരു ഫെർട്ടിലൈസേഷൻ നടന്ന അടുത്തൊരു കുട്ടി കൂടി ഉണ്ടാവുമോ, അങ്ങനെയാണോ ഇരട്ട കുട്ടികൾ ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യം അവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് അവൻ ചോദിച്ചത്. അതിനൊരു ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലേഡി പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പിന്നീട് ഓവുലേഷൻ നടക്കില്ല. ആ ഒരു ഓവുലേഷൻ അവിടെ സപ്രസ് ചെയ്യപ്പെടും. കാരണം ഈ പ്രഗ്നൻസിയുടെ ഭാഗമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺസുകൾ ഈ ഒരു ഓവുലേഷൻ അല്ലെങ്കിൽ എഗ് ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഓവം ഉണ്ടാവില്ല, സെക്ഷലി ബന്ധപ്പെട്ടാൽ തന്നെ കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് സാധാരണഗതിയിലെ സംഭവം. പക്ഷെ വളരെ റെയറായിട്ട്, ലോകത്ത് തന്നെ വളരെ അത്യപൂർവമായിട്ട് മാത്രം സംഭവിച്ചൊരു കാര്യമുണ്ട് സൂപ്പർ ഫീറ്റേഷൻ എന്നുള്ളത്. അതായത് ഈ ഓവം ഉൽപ്പാദിക്കപ്പെടുകയും കറക്റ്റ് സമയത്ത് സെക്ഷലി ബന്ധപ്പെടുകയും ചെയ്ത് കുട്ടികൾ ഉണ്ടായ സംഭവമുണ്ട്. ഇല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയ എക്സ്ട്രാ ഒരു പ്രഗ്നൻസി കൂടി വന്ന സംഭവങ്ങളുണ്ട് കേട്ടോ. വളരെ റെയറായിട്ട് അങ്ങനെ ഒരു ഫെർട്ടിലൈസേഷൻ നടന്നുള്ള കേസസുകളുണ്ട്. പക്ഷേ ചില ജീവികളിൽ ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ടെന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സൂപ്പർ ഫീറ്റേഷൻസ് എന്നുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ മനുഷ്യരുടെ കേസിൽ ഈ ഒരു സംഭവം വളരെ റെയറായിട്ട് വിരലിലെണ്ണാവുന്ന തവണ മാത്രമേ ലോകത്ത് ഇത് സംഭവിച്ചിട്ടുള്ളൂ. സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതകളില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഒരു ഫൈനൽ കൺക്ലൂഷൻ പറയാനാണെങ്കിൽ, നോർമൽ പ്രഗ്നൻസി ആണെങ്കിൽ സാധാരണഗതിയിൽ ആ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിലൊക്കെ സെക്സ് ഓക്കെയാണ്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് ആ ഒരു ഭാര്യ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ചിലപ്പോൾ അവർ ആ സമയത്ത് അത് ഇഷ്ടപ്പെടുന്നേ ഉണ്ടാവില്ല. കമ്പല് ചെയ്ത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പ്രത്യേകം എടുത്ത് പറയാനുള്ളത്. ആ ഭാര്യയെ മാക്സിമം കെയർ ചെയ്യേണ്ടതും ഒക്കെ ആയിട്ട് സമയമാണ്. കാരണം നമ്മുടെ ഒരു ജീൻ പിറന്ന് വീഴാൻ പോവുകയാണ്. സോ അതിൻ്റെതായ കെയറിങ്ങും കാര്യങ്ങളും കൊടുക്കുക. അല്ലാണ്ട് ആ സമയത്ത് സെക്സ് കിട്ടുന്നില്ല എന്ന് വേണ്ടി എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പിനൊന്നും പോകരുത്. അങ്ങനെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇനി ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ലേഡീസ് തെറ്റിയിരിക്കും, എൻ്റെ ഭർത്താവ് ഇങ്ങനെ പോവുമോ ഞാൻ സെക്സ് ചെയ്തില്ലെങ്കിൽ എന്നൊന്നും ചിന്തിച്ച് വിഷമിക്കാൻ നിൽക്കണ്ട. സാധാരണഗതിയിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ചില ആൾക്കാരൊക്കെ, അപൂർവ ആൾക്കാർ അങ്ങനെ പോകുന്നവരുണ്ട്. അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ സമീപകാലത്ത് തന്നെ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചൊരു വിഷയം അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പറഞ്ഞ് വീഡിയോക്ക് ഒരുപാട് ലെങ്ത് ആയോ എന്ന് സംശയമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ടോപ്പിക് ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് അവിടെ ഫ്രീ ആണ്, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നേരിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. തുടർന്ന് വീഡിയോസ് ആണ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ പറ്റുമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇറ്റ്സ് മീ നിതിൻ രാജ്. ടാറ്റാ.